എങ്ങനെയാണ് വിധിയെ നോക്കിക്കാണുന്നത്? വിധി തീർത്തും സന്തോഷപ്രദമാണ്. സമൂഹ മനസാക്ഷി ഞെട്ടിച്ചൊരു കൊലപാതകത്തിന് ഹൈക്കോടതി ആ വിധി ട്രയൽ കോടതിയുടെ വിധി ശരിവെക്കുക വഴി ട്രയൽ കോടതി കണ്ടെത്തിയ സത്യം ശരിയാണെന്ന് സ്ഥാപിക്കുകയും തന്നെയുമല്ല സമൂഹ മനസാക്ഷിക്ക് ഏറ്റവും വലിയ ഒരു ശക്തമായ ഒരു ക്രൂരമായ കൃത്യം തന്നെ ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി ശരിവെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതിഫലനമായി കൂടി ഇതിനെ കണ്ടുകൂടെ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കോടതി ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിധി എത്തിയിരിക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ കേസിൻ്റെ നടത്തിപ്പിൽ എന്നോടൊപ്പം സഹകരിച്ച ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ നാസർ, എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള സഹീർ അഹമ്മദ്, ഹരികൃഷ്ണൻ, ഇവരെല്ലാം ഈ കാര്യത്തിൽ, അതുപോലെ അഡീഷണൽ പ്രോസിക്യൂട്ടർ എന്ന രാധാകൃഷ്ണൻ, ട്രയൽ കോർട്ട് അഡീഷണൽ പ്രോസിക്യൂട്ടർ രാധാകൃഷ്ണൻ, ഇവരെല്ലാവരുടെയും സേവനം ഈ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കേസിൻ്റെ നടത്തിപ്പിൽ അന്നത്തെ ADGP എന്ന സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ള എല്ലാവിധ സഹായങ്ങളും ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പ്രതി ഇറങ്ങിപ്പോയതിനു ശേഷമാണല്ലോ അതിനുള്ള ദൃക്സാക്ഷികൾ ഉണ്ടായത്. അപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ തന്നെ ആയിരുന്നില്ലേ പ്രതിക്ക് കൂടുതൽ തിരിച്ചടി? ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ട്. ശാസ്ത്രീയ 4 DNA, ഈ പ്രതിയുടെ 4 DNA ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്നും ഡോർ ഫ്രെയിമിൽ നിന്നും നെയിൽ ക്ലിപ്പിങ്ങിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇയാൾ സംഭവം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ട് അടുത്ത വീട്ടിലെ ശ്രീലേഖ എന്ന് പറയുന്ന സ്ത്രീ കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇയാളുടെ ചെരുപ്പ്, ഈ പ്രതിയുടെ ചെരുപ്പ് തൊട്ടടുത്ത സ്ഥലത്ത് നിന്നും കണ്ടെത്തുന്നുണ്ട്. കുത്താൻ ഉപയോഗിച്ച കത്തി അത് തൊട്ടടുത്ത പറമ്പിൽ നിന്നും കണ്ടെത്തുന്നുണ്ട്. ഇതെല്ലാം തെളിവുകളാണ്. അതുപോലെ ഈ പ്രതിയുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ ഈ ചെരുപ്പും കത്തിയും എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതിയുടേതാണെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഒട്ടേറെ സാഹചര്യ തെളിവുകൾ, ഈ സയൻറ്റിഫിക് എവിഡൻസിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് സാഹചര്യ തെളിവുകളും ഈ കേസിലുണ്ട്. ഇനിയിപ്പോഴുള്ള തുടർ നടപടികളൊക്കെ എങ്ങനെയാണ്? പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം തുടർ നടപടി ഇനിയില്ല. ഇനി വിധി നടപ്പാക്കുകയാണ്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം.